ഹേയ് വാട്സ്ആപ്പ് ഗായ്സ്, എല്ലാവർക്കും ICG ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗെയിമിന്റെ ഒരു കമ്പാരിസൺ ആണ്. അതായത് സ്റ്റോറി, ഗെയിമിംഗ് ഇമ്പ്രൂവ്മെന്റ്സ്, ഗെയിമേഴ്സിന്റെ ഇംപ്രഷൻസും അതുപോലെ തന്നെ ഗെയിമേഴ്സിന്റെ എന്തുകൊണ്ടാണ് ഇംപ്രഷൻ നഷ്ടപ്പെടാനും കാരണമുണ്ടായെന്നും ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. നമ്മ ആദ്യം നോക്കാൻ പോണത് ഷാഡോ ഫൈറ്റ് 1. 2015 ഫേസ്ബുക്കിൽ ഒരു മൾട്ടിപ്ലെയർ ഓൺലൈൻ ഗെയിമായിട്ട് ഇറങ്ങിയാണ് ഷാഡോ ഫൈറ്റ് 1. ഇതിൽ സ്റ്റോറി, സർവൈവൽ അതുപോലെ തന്നെ ഡുവൽ, ഈ 3 മോഡുകളാണ് സാധാരണ ഉണ്ടായിരുന്നത്. ഷാഡോ ഫൈറ്റ് 1ന്റെ സ്റ്റോറി എന്ന് പറയുന്നത് 2ന്റെ അതേ സ്റ്റോറി തന്നെയാണ്. ഷാഡോ ഫൈറ്റ് 1 എന്നത് ഒരു 2D ഗെയിമാണ്. ഇതിൽ നമ്മൾ കളിക്കുന്ന ഒരു നിഞ്ചയായിട്ടാണ്. പിന്നെ ഷാഡോ ഫൈറ്റ് 2ലാണ് ഷാഡോ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരികയും അത് ഗെയിമേഴ്സിന് വലിയൊരു മാറ്റത്തിന് തുടക്കമായത്. ഷാഡോ ഫൈറ്റിന്റെ വരവോടുകൂടി ഗെയിമിങ്ങിൽ തന്നെ വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. കൂടാതെ ഗെയിമേഴ്സിനിടയിൽ വലിയൊരു തരംഗമുണ്ടാക്കാൻ ഷാഡോ ഫൈറ്റിന് സാധിച്ചിരുന്നു. ഇനി പറയാൻ പോകുന്നത് ഷാഡോ ഫൈറ്റ് 2. കൃത്യം 3 വർഷത്തിന് ശേഷം 2014 പ്ലേ സ്റ്റോറിൽ ഷാഡോ ഫൈറ്റ് ലോഞ്ച് ചെയ്യുകയാണ് ഉണ്ടായത്. ഷാഡോ ഫൈറ്റ് 1ൽ നിന്നും 2വിലേക്ക് നോക്കുന്ന സമയത്ത് കൂടുതൽ സ്റ്റോറിക്കും ഗെയിം പ്ലേക്കുമാണ് ഇംപ്രൂവ് ഉണ്ടായത്. ഇത് ഗെയിമേഴ്സിനെ വളരെയധികം ആകർഷിക്കാൻ കാരണമായി. ഗെയിമിന്റെ തുടക്കത്തിൽ ഷാഡോ ഒരു ശക്തനായ യോദ്ധാവാണ്. തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന് താൻ ശക്തമായി വിശ്വസിച്ചിരുന്നു. ഇത് തെളിയിക്കാൻ വേണ്ടി എൽഡേഴ്സിന്റെ ലോ തെറ്റിച്ച് ഗേറ്റ്സ് ഓഫ് ഷാഡോസ് എന്ന സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നു. അവിടെ എത്തിയ ഷാഡോ ഗേറ്റ്സ് ഓഫ് ഷാഡോസ് എന്ന പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നു. ആ വേൾഡ് ഭരിക്കുന്ന ഡീമൺസ് അവന്റെ സോളും ഫ്ലഷും വലിച്ചെടുത്ത് പൂർണ്ണമായും ഒരു ഷാഡോ ആക്കി മാറ്റുന്നു. I traveled the land searching for a worthy battle until I discovered the gates of shadows. I broke the laws of the elders and opened the gates. The demons of the other world were beyond them. They rushed upon me, tearing my flesh, draining my soul, turning me into a shadow. ഗേറ്റ്സ് ഓഫ് ഷാഡോസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഷാഡോയെ കാത്തിരുന്നത് 6 ബോസസ് ആയിരുന്നു. ഇവരെ ഡിഫീറ്റ് ചെയ്താൽ മാത്രമേ ഷാഡോയ്ക്ക് തന്റെ പഴയ രൂപം തിരിച്ചു കിട്ടുമായിരുന്നുള്ളൂ. അതിനാൽ ഷാഡോയ്ക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വന്നു. ബോസസിന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് 6 ബോസുകളാണ് ഉണ്ടായിരുന്നത്. ഓരോരുത്തരെയും നമുക്ക് നോക്കാം. ലിങ്ക്സ്, ഗെയിമിലെ ആദ്യത്തെ ബോസ്. ലിങ്ക്സ് എന്ന് പറയുന്നത് ഒരു നിഞ്ചയാണ്. അതുകൊണ്ട് തന്നെ ലിങ്ക്സിന്റെ ഫൈറ്റിംഗ് സ്റ്റൈല് വളരെയധികം സ്പീഡ് ഏറിയതായിരുന്നു. ആക്യുറസി, ഇൻവിൻസിബിൾ ആവാനും ലിങ്ക്സിന് കഴിഞ്ഞിരുന്നു. ഇനി ഗെയിമിലെ രണ്ടാമത്തെ വില്ലനാണ് ഹെർമിറ്റ്. ഹെർമിറ്റ് ഒരു മാസ്റ്റർ ആയിരുന്നു. മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഹെർമിറ്റിന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ ടെക്നിക്കലി പവർഫുൾ ആയിരുന്നു. കൂടാതെ മാജിക് ഉള്ളതുകൊണ്ടും ഹെർമിറ്റ് മോസ്റ്റ് പവർഫുൾ ബോസസിൽ ഒരാളായി മാറി. പക്ഷേ ഷാഡോ ഹെർമിറ്റിനെ ഡിഫീറ്റ് ചെയ്യുകയും ഹെർമിറ്റിനെ മാസ്റ്ററായി സ്വീകരിക്കുകയും ചെയ്തു. മാസ്റ്റർ ഹെർമിറ്റ് ഷാഡോയ്ക്ക് മാജിക് എന്ന പവർ പഠിപ്പിച്ചു കൊടുക്കുകയും ഷാഡോയ്ക്ക് കുറച്ചും കൂടി പവർ കിട്ടുകയും ചെയ്തു. ഇനി ഗെയിമിലെ മൂന്നാമത്തെ ബോസാണ് ബുച്ചർ. ബുച്ചർ ഒരു പാചകക്കാരനാണ്. ബുച്ചറിന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഹെവി ഡാമേജും ബ്ലീഡിങ്ങും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബുച്ചറിൽ നിന്ന് അടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് പോയി നമ്മുടെ ഡാമേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഗെയിമിലെ നാലാമത്തെ ബോസാണ് വാസ്പ്. വാസ്പ് ഒരു പൈറേറ്റ് ആണ്, അതായത് കടൽ കൊള്ളക്കാരി. വാസ്പിന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ലോങ് റേഞ്ച് അറ്റാക്കുകളാണ്. അവളുടെ ലോങ് റേഞ്ച് അറ്റാക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ എന്ന് പറയുന്നത് അത്യാവശ്യം പാടാണ്.
ഇനിയുള്ള 5ാമത്തെ ബോസാണ് വിഡോ. വിഡോ ഒരു പ്രിൻസസ് ആണ്, അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു വാരിയറും കൂടെയാണ്. വിഡോയുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ചുകളാണ്. കൂടാതെ വിഡോയ്ക്ക് ടെലിപ്പോർട്ട് ചെയ്യാനുള്ള പവറും കൂടെയുണ്ട്. വോസ്പിന്റെ ലോങ് റേഞ്ച് അറ്റാക്ക് പോലെ വിഡോയുടെ ടെലിപ്പോർട്ടേഷനിൽ നിന്നും രക്ഷപ്പെടാൻ എന്ന് പറയുന്നത് അത്യാവശ്യം പാടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി ഷാഡോ വേൾഡിലെ അവസാനത്തെ ബോസ് ഷോഗൺ. ഷോഗൺ ഒരു സാമുറായി ജനറലാണ്. മറ്റു ബോസസിനെ അപേക്ഷിച്ച് ഷോഗണ് ഒരു യൂണിക് എബിലിറ്റികൾ തന്നെ ഉണ്ടായിരുന്നു. ഇൻസ്റ്റന്റ് ഡാമേജ്, ഹൈ ഡിഫൻസ് ആയിരുന്നു ഷോഗന്റേത്. അതുകൊണ്ട് തന്നെ മറ്റു ബോസുകളിൽ നിന്നും ഒരു യൂണിക്നെസ് ഷോഗണ് ഉണ്ടായിരുന്നു. 6 ബോസുകളെയും ഡിഫീറ്റ് ചെയ്ത ശേഷം ഷാഡോ വേൾഡ് ഭരിക്കാനായി തുടങ്ങി. അപ്പോഴാണ് ഷാഡോ മനസ്സിലാക്കുന്നത് ഷാഡോ വേൾഡ് ഭരിക്കാൻ ഒരാളും കൂടെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ ആ എൻറ്റിറ്റി ഈ വേൾഡിലുള്ളതല്ല, വേറൊരു വേൾഡിൽ നിന്നും വന്നതാണ് എന്ന്. ഇവിടെ നിന്നാണ് ഷാഡോ ടൈറ്റൻസിലേക്ക് പോവുകയും ടൈറ്റനായിട്ടുള്ള ബോസ് ഫൈറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അവിടെ വെച്ച് ഷാഡോ ടൈറ്റനെ ഡിഫീറ്റ് ചെയ്യുകയും എൻറ്റയർ വേൾഡിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ടൈറ്റനെ ഡിഫീറ്റ് ചെയ്തതിനു ശേഷം ഷാഡോയ്ക്ക് തന്റെ പഴയ രൂപം കിട്ടുകയും ഒരു സമാധാന ജീവിതത്തിനായി ഷാഡോ പോവുകയും ചെയ്തു. പക്ഷേ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്നാണ് ഷാഡോ ഫൈറ്റ് 3യുടെ തുടക്കമുണ്ടാവുന്നത്. ഷാഡോ ഫൈറ്റ് 3യിലേക്ക് നോക്കുന്ന സമയത്ത് ഇത്ര നാൾ കണ്ട ഗെയിമല്ല ഷാഡോ ഫൈറ്റ് 3. കാരണം ടെക്നോളജി വളർന്നു, സാധ്യത വളർന്നു. അതുകൊണ്ട് 2D ഗെയിമിൽ നിന്നും ഷാഡോ ഫൈറ്റ് 3 ഒരു 3D ഗെയിമായി മാറി. 2017 ഷാഡോ ഫൈറ്റ് റിലീസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ അവൈലബിൾ ആയത് 2017 നവംബർ 3-ന്. ഷാഡോ ഫൈറ്റ് 2-നെ അപേക്ഷിച്ച് ഷാഡോ ഫൈറ്റ് 3യിൽ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ടായിരുന്നു. ഷാഡോ വേൾഡും കൂടാതെ മനുഷ്യന്മാരുടെ, അതായത് പീപ്പിളിന്റെ വേൾഡും ഒന്നായിരുന്നു. ആ സമയത്ത് മനുഷ്യർ ഒരു ഏൻഷ്യന്റ് പവർ സോഴ്സ് ഉണ്ടെന്നും അത് ഷാഡോ എബിലിറ്റി ആണെന്നും മനസ്സിലാക്കുന്നു. ഇതിന്റെ പേരിൽ ഒരു 3 റിലീജിയനായി തിരിയുകയും അവർ തമ്മിൽ നിരന്തരമായി യുദ്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഇതിനെയായിരുന്നു സ്റ്റോറി ഫോക്കസ് ചെയ്യുന്നത്. കൂടാതെ നല്ലൊരു എൻഡിങ് പ്രതീക്ഷിച്ച ഗെയിമേഴ്സിന് ലഭിച്ചിരുന്നത് ഒരു നിരാശയായിരുന്നു. കാരണം അന്ന് ഷാഡോ വേൾഡിനെയും എൻറ്റയർ വേൾഡിനെയും രക്ഷിച്ച ഷാഡോ തന്നെയാണ് ഷാഡോ ഫൈറ്റ് 3യിൽ ഒരു മെയിൻ ബോസായി വരുന്നത്. ഇത്തരം കാരണം കൊണ്ട് തന്നെ ഷാഡോ ഫൈറ്റ് 2 ഉണ്ടാക്കിയ ഓളമൊന്നും ഷാഡോ ഫൈറ്റ് 3ക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഭൂരിഭാഗം ഗെയിമേഴ്സിനും ഷാഡോ ഫൈറ്റ് 3യെ ഇതുകൊണ്ട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യർ 3 റിലീജിയനായി തിരിഞ്ഞു. അവ ലീജിയൻ, ഡൈനസ്റ്റി ആൻഡ് ഹെറാൾഡ്സ്. ഓരോ റീജിയണും നയിക്കാൻ ഓരോ ലീഡർ വെച്ചുണ്ടായിരുന്നു. ലീജിയണിൽ നിന്നും മാർക്കസ്, ഡൈനസ്റ്റിയിൽ നിന്നും ജൂൺ ആൻഡ് ഹെറാൾഡിൽ നിന്നും ഇട്ടു. ഗെയിമിൽ ഒരു പ്രധാന റോള് ഇവർക്ക് 3 പേർക്കുണ്ട്. ലീജിയണിൽ കൂടുതലായും ആർമി ജനറലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ ഡിസിപ്ലിൻ, സ്ട്രെങ്ത്, അതുപോലെ തന്നെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഫൈറ്റിംഗ് സ്റ്റൈലായിരുന്നു ഇവരുടേത്. ഇനി ഡൈനസ്റ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് കൂടുതൽ മാർഷൽ ആർട്സ് ആയിരുന്നു ഇവരുടെ ഫൈറ്റിംഗ് സ്റ്റൈല്. അതുപോലെ തന്നെ സ്പീഡ് ഏറിയ അറ്റാക്കിംഗ് ആയിരുന്നു. ഹെറാൾഡ്സിനെ പറ്റി നോക്കുമ്പോൾ ഹെറാൾഡ്സ് ലീജിയണിൽ നിന്നും ഡൈനസ്റ്റിയിൽ നിന്നും വ്യത്യസ്തമായവരായിരുന്നു. ഇവര് കൂടുതലും കട്ടാനാസ് അതുപോലത്തെ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്പീഡ്, ഇതൊക്കെയായിരുന്നു ഇവരുടെ എബിലിറ്റികൾ. ഷാഡോ ഫൈറ്റ് 3നെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയൂ. മാക്സിമം നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ഇടുന്നതായിരിക്കും. ഷാഡോ ഫൈറ്റ് 4ലേക്ക് നോക്കുന്ന സമയത്ത് ഷാഡോ ഫൈറ്റ് എറീന എന്ന പേരിലാണ് ഷാഡോ ഫൈറ്റ് 4 ഇറങ്ങിയിരിക്കുന്നത്. 2020 നവംബറിലാണ് ഷാഡോ ഫൈറ്റ് റിലീസ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു PvP മൾട്ടിപ്ലെയർ ഓൺലൈൻ ആയിട്ടുള്ള ഗെയിമാണ്. അതായത് നമുക്ക് മറ്റുള്ളവരായിട്ട് PvP ആയിട്ട് ഫൈറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഫ്രണ്ട് ആക്കാനും പറ്റും. അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഷാഡോ ഫൈറ്റ് 2-ൽ നിന്നും 3-ൽ നിന്നും മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഷാഡോ ഫൈറ്റ് അരേനയിലുണ്ട്. ലിങ്ക്സ്, അതുപോലെ തന്നെ വിഡോ, ബുച്ചർ, ഇവരൊക്കെ ഷാഡോ ഫൈറ്റ് 2-ൽ നിന്നും
3ൽ നിന്ന് ഇട്ടു, ജൂൺ, അയൺഗ്ലാഡ്, അതുപോലെ തന്നെ കിബോ എന്നിവരൊക്കെ ഈ ഗെയിമിലുണ്ട്. ഇത്ര പേരല്ല, ഇതിലും കൂടുതലുണ്ട്. ബാക്കി ഒരു ഡീറ്റെയിൽ വീഡിയോ 4ന്റെ വേണമെങ്കിൽ കമന്റ് ചെയ്യൂ, ഞാൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ചാനൽ അതിനാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ ഇട്ടേക്കുക.